നിങ്ങളുടെ ശരീരത്തിൽ ചെറിയ വെട്ടിലിഗോ പാച്ചുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അവയെ അവഗണിക്കുകയും അവയെ നിയന്ത്രിക്കാനോ സുഖപ്പെടുത്താനോ ഒന്നും ചെയ്യുന്നില്ല. ചികിത്സിച്ചില്ലെങ്കിൽ ഈ വെളുത്ത പാടുകൾ നിങ്ങളുടെ ശരീരത്തിലെങ്ങും പരക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹെൽത്ത് മേഘ ചതവതി. ഇന്ന് ഞാൻ വെട്ടിലിഗോ സ്വാഭാവികമായി പടരുന്നത് തടയാൻ ചില ശക്തമായ ആയുർവേദ ടിപ്സുകൾ പങ്കിടുന്നു. വെട്ടിലിഗോ പ്രതിസന്ധികരമാകാം, എന്നാൽ ശരിയായ സമീപനത്തിലൂടെ നാം അതിനെ ഫലപ്രദമായി ചികിത്സിക്കാൻ കഴിയും. അതിനാൽ നമുക്ക് തത്സമയം ആരംഭിക്കാം. ഇന്ന് ഞാൻ വെട്ടിലിഗോ പടരുന്നത് തടയാൻ ചില ലളിതമായിട്ടും ഫലപ്രദമായിട്ടും ഉള്ള പ്രകൃതിദത്ത പരിഹാരങ്ങൾ പങ്കിടുന്നു. വെട്ടിലിഗോ നിയന്ത്രിക്കുന്നതിന്റെ ആദ്യപടി ശരീരത്തിലെ പിത്തദോഷം സന്തുലിതമാക്കുന്നതാണ്. ഭക്ഷണക്രമത്തിലൂടെയും ജീവിതശൈലിയിലെയും മാറ്റങ്ങളിലൂടെ ഇത് നേടാൻ കഴിയും. നിങ്ങളുടെ ഡയറ്റിൽ കുക്കുംബർ, കൊക്കനട്ട് വാട്ടർ, ലീഫി ഗ്രീൻസ് തുടങ്ങിയ തണുപ്പുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുകയും പിത്തം കൂട്ടുന്ന എരിവുള്ളതും അമ്ലത്വമുള്ളതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാം. കാരണം അസന്തുലിതമായ പെറ്റ് മെലനോസൈറ്റുകൾ എന്ന ചർമ്മത്തിലെ പിഗ്മെന്റ് ഉത്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ ചുറ്റുമുള്ള വീക്കത്തിലേക്ക് നയിക്കാനും അവയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനും വെട്ടിലിഗോ പാച്ചുകളുടെ രൂപീകരണത്തിന് കാരണമാകാനും കഴിയും. നമ്പർ 2. മഞ്ഞൾ കടുകെണ്ണ പേസ്റ്റ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കടുകെണ്ണയും ചേർത്ത് പേസ്റ്റ് ആക്കുക. ഈ പേസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ ദിവസത്തിൽ 2 തവണ പുരട്ടുക. കടുക് എണ്ണ ചർമ്മത്തിന്റെ പോഷണ ഗുണങ്ങൾക്ക് പ്രസിദ്ധമാണ്. മഞ്ഞളുമായി കലർത്തുമ്പോൾ ഇത് മഞ്ഞളിന്റെ ഗുണങ്ങൾ മാത്രമല്ല, ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പേസ്റ്റ് ആകുന്നു. വെട്ടിലിഗോ ബാധിച്ച ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സുഖപ്പെടുത്തൽ പ്രക്രിയയെ പിന്തുണയ്ക്കാനും ഈ ചികിത്സ സഹായിക്കും. ഞങ്ങൾ കൂടുതൽ മുന്നോട്ട് പോകുന്നതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു പ്രധാന കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ടിപ്സുകൾ നിങ്ങളുടെ വെട്ടിലിഗോ പാച്ചുകൾ സുഖപ്രദമായ സ്ഥലത്ത് ഇരുന്ന് നിർവഹിക്കാനുള്ളതാണ്. എന്നാൽ ശരിയായ ചികിത്സയും ഡയറ്റ് പ്ലാനും ഉപയോഗിച്ച് നിങ്ങൾക്ക് ആരോഗ്യകരവും കൂടുതൽ സ്വാഭാവികവുമായ ചർമ്മം നേടാൻ കഴിയും. അതിനാൽ നിങ്ങളുടെ വെട്ടിലിഗോ പാച്ചുകളിൽ ഈ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചർമ്മത്തിന്റെ സ്വാഭാവിക നിറം തിരിച്ചുപിടിക്കാൻ ശരിയായ ചികിത്സ നേടുന്നത് അത്യാവശ്യമാണ്. അതിനാൽ ഇപ്പോൾ നമുക്ക് ശക്തമായ ആയുർവേദ ടിപ്പുകളിലേക്ക് മാറാം. നമ്പർ 3. നീം തുളസി ഇല പേസ്റ്റ്. നീം പിന്നെ തുളസി ഇലകളെ ഒരുമിച്ച് ചതച്ച് പേസ്റ്റ് ആക്കുക. ഈ പേസ്റ്റ് വെളുത്തു പാടുകളിൽ പുരട്ടുക. എന്നിട്ട് 20 മിനിറ്റ് ഇട്ടുവെച്ച ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയുക. നീം പിന്നെ തുളസിയിൽ ആന്റി ഇൻഫ്ലമേറ്ററിയും ആന്റിബാക്ടീരിയൽ ഗുണങ്ങളും ഉണ്ട്. ഇത് ഓട്ടോഇമ്മ്യൂൺ പ്രതികരണങ്ങളോ മറ്റ് ഘടകങ്ങളോ മൂലമുള്ള ചർമ്മത്തിലെ വീക്കം കുറയ്ക്കാനും നിയന്ത്രിക്കാനും സഹായിക്കും. ഈ പേസ്റ്റ് വീക്കം ശാന്തമാക്കുന്നതിലൂടെ മെലനോസൈറ്റുകളുടെ കൂടുതൽ നാശം തടയാനും വെട്ടിലിഗോ പാച്ചുകളുടെ വ്യാപനം കുറയ്ക്കാനും സഹായിക്കും. 4. കറ്റാർ വാഴയും തേങ്ങ എണ്ണയും മിശ്രിതം. തുല്യഭാഗങ്ങൾ കറ്റാർ വാഴ ജെല്ലും വെളിച്ചെണ്ണയും കലർത്തി ഈ മിശ്രിതം പ്രശ്നബാധിത പ്രദേശങ്ങളിൽ പുരട്ടി സൗമ്യമായി മസാജ് ചെയ്യുക. നമുക്കറിയാം, കറ്റാർ വാഴയും വെളിച്ചെണ്ണയും ഉത്തമമായ പ്രകൃതിദത്ത മോയ്സ്ചറൈസറുകളാണ്. വെട്ടിലിഗോ ബാധിച്ച ചർമ്മം വരണ്ടതും നിയമിത ഹൈഡ്രേഷനിൽ നിന്ന് ഗുണം പ്രാപിക്കുന്നതുമാണ്. അതിനാൽ കറ്റാർ വാഴയുടെയും വെളിച്ചെണ്ണയുടെയും മിശ്രിതം ചർമ്മത്തെ ആഴത്തിൽ മോയ്സ്ചറൈസ് ചെയ്യുന്നു, വരൾച്ചയെ കുറയ്ക്കുന്നു, പൊട്ടിപ്പോകൽ തടയുന്നു. ഇത് വെട്ടിലിഗോ പാച്ചുകളുടെ ദൃശ്യപരത കുറയ്ക്കാൻ സഹായിക്കും. വെട്ടിലിഗോ കൈകാര്യം ചെയ്യുന്നതിന് ക്ഷമയും സ്ഥിരതയും ആവശ്യമാണെന്ന് ഓർമ്മിക്കുക. ഈ ആയുർവേദ ടിപ്സുകളും പ്രകൃതിദത്ത പരിഹാരങ്ങളും നിങ്ങളുടെ ദൈനംദിന ചര്യയിൽ ഉൾപ്പെടുത്തുമ്പോൾ വെട്ടിലിഗോ പടരുന്നത് തടയാനും ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും കഴിയും. അത്രമാത്രമാണ് ഇന്നത്തെ വീഡിയോയ്ക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ ആശിക്കുന്നു. നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലോ വീഡിയോയിൽ പറയുന്ന നമ്പറിൽ വിളിച്ചോ ശരിയായ പാതയിൽ എത്താം. നിങ്ങൾക്കായി മികച്ച ചികിത്സാ പദ്ധതി കണ്ടെത്താൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ആരോഗ്യവാനായിരിക്കുക, സന്തോഷവാനായിരിക്കുക.